ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. പെരുമ്പാവൂർ സ്വദേശിനി അസ്മയാണ് മരിച്ചത്. മരിച്ച വിവരം ആരെയും അറിയിക്കാതെ ഭർത്താവ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. അസ്മയുടെ വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ചട്ടിപ്പറമ്പിലെ ഈ വീട്ടിലാണ് യുവതി പ്രസവിച്ചത്. ചികിത്സ കിട്ടാതെ ഉടൻ മരിച്ചു. തൊട്ടടുത്ത വീട്ടുകാരെ പോലും അറിയിക്കാതെ മൃതദേഹം സിറാജുദ്ദീൻ പെരുമ്പാവൂരിലെത്തിച്ചു. വലിയ ദുരൂഹതയാണ് ഈ കേസിൽ നിലനിൽക്കുന്നത്. ചട്ടിപ്പറമ്പ് ഈസ്റ്റ് കോഡൂരിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് സിറാജുദ്ദീനും ഭാര്യ അസ്മയും. 1.5 വർഷമായി താമസിക്കുന്നു. കാസർഗോഡ് പള്ളിയിൽ ഉസ്താദാണെന്ന് ഇയാൾ പറഞ്ഞുള്ള അറിവാണ് അയൽവാസികൾക്കറിയുന്ന ഏക കാര്യം. മടവൂർ ഗാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അക്യൂപഞ്ചർ ചികിത്സയാണ് വീട്ടിൽ നടത്തിയതത്രേ. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ഈ വീട്ടിൽ നടന്ന പ്രസവത്തിലാണ് അസ്മ മരിച്ചത്. 5ാമത്തെ പ്രസവമാണ്. ഇതിൽ 1 മാത്രമാണ് ആശുപത്രിയിൽ വെച്ച് നടന്നതെന്ന് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇന്നലെ വൈകിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ സിറാജുദ്ദീൻ തയ്യാറായില്ല. 6 മണിക്ക് പ്രസവിച്ച് രക്തസ്രാവത്തെ തുടർന്ന് 9 മണിയോടെ മരിച്ചു. അശാസ്ത്രീയ ചികിത്സാ രീതിയിലൂടെ വീട്ടിനുള്ളിൽ വെച്ച് വേദന തിന്നാണ് ജീവൻ വെടിഞ്ഞത്. രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹവും നവജാത ശിശുവുമായി സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് പോയി. രാത്രി 12 മണിക്ക് മാത്രമാണ് അസ്മയുടെ വീട്ടുകാരെ വിവരമറിയിക്കുന്നത്. ഇതിപ്പോ മൊത്തം 5ാമത്തെ പ്രസവമാണ്. ആദ്യത്തെ 2 വീട്ടില്, ബാക്കി 3 ആദ്യത്തെ 2 ആശുപത്രിയില്, ഇപ്പോഴത്തെ 3 വീട്ടില്. ഫോണില് മെസ്സേജ് അയക്കലുണ്ട്, വിളിക്കല് കുറവാണ്. അപ്പൊ ആശുപത്രി അക്യുപഞ്ചർ പഠിച്ചേ പിന്നെ ആശുപത്രി പോകാൻ ഒട്ടും കൂട്ടാക്കണുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അവസാന നിമിഷം ഇപ്പൊ നമ്മുടെ കയ്യിൽ നിൽക്കൂല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോകൂലോ. ഞാനിപ്പോ കേട്ടറിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു വിളിച്ച് പറയാണ് ഇങ്ങനെ അസ്മ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ്. ഇത് കേട്ടറിവാണ്. എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് സമയം അറിയില്ല. ഞാനിപ്പോ അറിയണത് രാവിലെ 6 മണിക്കാണ്. ഇപ്പൊ ഇത്ര സമയം ഈ പറയുന്ന ഭർത്താവും എൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ ഇവിടെ ഇവർ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പോലീസിനെ അറിയിക്കുകയും പോലീസ് ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുകയും കൊച്ചിനെ ഹോസ്പിറ്റലൈസും ചെയ്തു. പക്ഷേ ഈ പ്രതി എന്ന് പറയുന്ന ഈ വ്യക്തികളോടോ കൂട്ടുകാരോടോ ഈ പോലീസ് യാതൊരുവിധ ചോദ്യം ചെയ്യലോ നടപടികളൊന്നും ചെയ്തില്ല. അവരവിടെ നിർത്തിക്കൊണ്ട് പോയി. നമ്മളവരെ അവിടെ റൂമിലാക്കി. കാരണം വന്ന നാട്ടുകൾ കുടുംബക്കാരെല്ലാവരും പ്രകോപിതരാണ്. അപ്പോൾ അവരൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ റൂമിലാക്കി അവിടെ നിർത്തി ചെയ്ത്. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ മലപ്പുറത്ത് സ്റ്റേഷനിൽ നമ്മൾ വിളിച്ച് ബന്ധപ്പെട്ടു. കാരണം അവിടെ നിന്നാണ് മൊഴിയെടുക്കാൻ വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ബന്ധപ്പെട്ടു. അവരിങ്ങോട്ട് പറഞ്ഞ ശേഷം മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആംബുലൻസ് ഡ്രൈവറോട് സിറാജ് പറഞ്ഞത് യുവതിക്ക് ശ്വാസം മുട്ടലുണ്ടെന്നാണ്. യാത്ര പോലും ദുരൂഹം. പുലർച്ചെയോടെയാണ് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് എത്തുന്നത്. അസ്മയുടെ ബന്ധുക്കൾക്ക് സംശയം തോന്നി ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി. നവജാത ശിശുവിനെ ചികിത്സിക്കാൻ ആശുപത്രിയിലേക്കും. കുട്ടിക്ക് മറ്റു പ്രയാസങ്ങളില്ല എന്നാണ് നിലവിൽ അറിയുന്നത്. ചട്ടിപ്പറമ്പിലെ വീടിന്റെ ഉടമസ്ഥനോ അയൽവാസികൾക്കോ ഒന്നും ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ഇവിടെ ഒരു വണ്ടികളും വന്ന വിവരമില്ല. രാവിലെ ഒരു താത്ത ഇവിടുന്ന് പോണത് മാത്രമേ ഞാൻ കണ്ടു, ഒരു 6 മണിക്ക്. അല്ലാതെ വേറെ ഒരു സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇന്നലെ അതേപോലെ ഇവിടെ കുട്ടികൾ കളിക്കണ കണ്ടു. അല്ലാതെ ഞങ്ങളുടെ ഒരു ബന്ധുവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മൂല്യാരാണ് മൂപ്പര്. അപ്പോൾ ബൈക്കുമ്പോൾ ഇങ്ങനെ പോണ കാണാൻ വരുന്ന കാണാൻ അത്രേ ഉള്ളൂ. മൂപ്പര് കാസർഗോഡ് ഭാഗത്തോടെ ഒരു പള്ളിയിൽ ജോലി ചെയ്യണമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ മൂപ്പര് ഈ മടവൂർ കാഫില എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് മൂപ്പർക്ക്. അങ്ങനെ പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ ജോലി ഈ പ്രാസംഗികനെ കൈകാണ്ട് പോകും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള വിവരങ്ങൾ. സിറാജുദ്ദീനെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു. ഇയാൾ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിലാണ്. പെരുമ്പാവൂർ പോലീസ് ഈ കേസ് മലപ്പുറം പോലീസിന് കൈമാറും. വൈദ്യശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ബോധവൽക്കരണം നടത്തിയിട്ടും വീട്ടിലെ പ്രസവവും അതിനെ തുടർന്ന് ചികിത്സ കിട്ടാതെ ഒരു യുവതിയുടെ ജീവൻ കൂടി സംസ്ഥാനത്ത് പൊലിഞ്ഞിരിക്കുന്നു. തക്കതായ ശിക്ഷയാണ് വേണ്ടത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ലഹരിക്കും അക്രമത്തിനുമെതിരായ 24-ന്റെ പോരാട്ടം തുടരുകയാണ്. SKN40 ജനകീയ യാത്ര, കേരള യാത്ര, അത് തൃശൂർ ജില്ലയിലാണ് പര്യടനം തുടരുന്നത്. എങ്കക്കാട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ യാത്ര. ഓവർ ടു SKN. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future.
Xylem Learning App. Indian Institute of Commerce, Lakshya. Leela Ravis. Celebrating partners, Joya Lucas. Jain deemed to be University, Kochi. Crown Plaza, Kochi. VKC Dibon. Swayamvara Silks. NIMS, a unit of NI Educational Trust. MGM Group of Educational Institutions. Medimix. Rich Max Finvest. Region Care. Benny's Royal Tours Private Limited. G-Tech Computer Education. Milma. New Rajasthan Marbles. അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ നാടാണ്, അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ ഈ നാട് പരിചിതമാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല സംവിധായകരിൽ ഒരാളായ ഭരതൻ്റെ നാട്. പിന്നെ ലളിത ചേച്ചിക്ക് തുല്യം ലളിത ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാള സിനിമയിൽ. ആ ചേച്ചിയുടെ നാട്. പിന്നെ ഒടുവിലിൻ്റെ നാട്. നമുക്കറിയാം, ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ തേടി വരുന്ന ആ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഒരിക്കലും ആരും മറന്നു പോവില്ല. അപ്പോൾ അത്രയും നല്ല ആൾക്കാർ ജീവിച്ചിരുന്നൊരു മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ വലിയ അഭിമാനമുണ്ട്. ഇനി ഞാൻ പറയാൻ വരുന്നത് വളരെ മാരകമായ ഒരു പ്രശ്നമാണ്. വോക്കൽ കോഡൊക്കെ ഏതാണ്ട് ഒലഞ്ഞു തുടങ്ങി കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞതേ ഉള്ളൂ, ഈ പര്യടനം എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ തൊട്ടുള്ള പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്ക് മാത്രം പറ്റിയ പണിയാണ്. നമ്മളൊക്കെ ഒരു തവണ ഒരു 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഒന്ന് കയറിയതേ ഉള്ളൂ, കരുവാളിച്ചങ്ങ് വൃത്തിയേടായി. ഇവരൊക്കെയാണ് എന്താ ഇവരുടെ കഴിവെന്നറിയത്തില്ല. എന്ത് ലൈറ്റ് അടിച്ചാലും ഒരു കുഴപ്പം വരത്തില്ല. സൂര്യൻ കത്തി താഴ്ത്തിറങ്ങിയാലും പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇവർ നടന്നങ്ങ് പോകും. അപ്പം നമുക്ക് ഈ ഞാനും ആഷ്മിയും സ്മിതയൊക്കെ AC റൂമിലിരുന്ന് ഭയങ്കര ചൂടടെ ഒന്നുകൂടെ തണുക്കട്ടെന്ന് പറഞ്ഞ് തണുപ്പിച്ച് ഏതാണ്ട് തണുപ്പിൽ ഉറഞ്ഞു പോയ മനുഷ്യരാണ്. അപ്പം നമ്മൾ ഈ തണുപ്പ് ഉറഞ്ഞതിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പം ആഷ്മിയൊക്കെ ഇങ്ങനെ ഇരുന്ന ആളാണോ നോക്കി, എന്തൊരു നല്ല മുഖമായിരുന്നു. ലാവണ്യം ഇങ്ങനെ വഴിഞ്ഞങ്ങോട്ട് ഒഴുകുകയായിരുന്നു. ഇപ്പോൾ ഒക്കെ പോയി, എല്ലാം പോയി. സ്മിതയൊക്കെ സൗന്ദര്യപട്ടത്തിനൊക്കെ മത്സരിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു പര്യടനം കേരളത്തിൽ നടത്തണം? നിങ്ങൾക്കറിയുന്ന പോലെ തലസ്ഥാന നഗരിയിലാണ് ഈ പര്യടനം ആരംഭിച്ചത്. കേരളത്തിലെ മിക്ക താലൂക്കുകളും ടച്ച് ചെയ്താണ് ഈ പര്യടനം പോകുന്നത്. 14 ജില്ലകളും കടക്കും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുന്നത്, ഈ അമ്മമാരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ഈ ഒരു കാലത്ത് അമ്മമാർക്ക് ജീവിക്കേണ്ടി വരും. നമ്മൾ ഓരോ കാലത്ത് നമ്മൾ പറയും സത്യൻ്റെയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ കാലത്ത് ജീവിക്കേണ്ടി വന്നത് നമ്മുടെ ഭാഗ്യമാണ്, പുണ്യമാണെന്നൊക്കെ പറയും. എനിക്കിപ്പോൾ തോന്നുന്നു ഈ അമ്മമാർ ഈ കാലത്ത് ജീവിക്കേണ്ടി വരും. എന്തോ ഒരു ആശങ്കയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ ഈ മയക്കുമരുന്ന് SKN40 കേരള യാത്ര തൃശൂർ എങ്കക്കാട് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ പാർട്ടി കോൺഗ്രസിന്റെ സമാപന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം. உலகளவிலே ஒரு மாற்று அரசியலை, ஒரு மாற்று ஆட்சி அமைப்பை கொண்டு வரக்கூடிய ஒரு பிரமாண்டமான சூழலை நோக்கி பயணித்துக் கொண்டிருக்கின்ற காலமாக இது அமைந்திருக்கிறது. However, unaware of all this, unfortunately, the ruling dispensation in our country does not stand with the struggles for liberation, including that in Palestine. This is an example of our regressive politics, which will alienate the country from progressive forces around the world. In the midst of all this, the political duty of the left in general and the CPIM in particular is to show the way forward. இன்றைக்கு ஒரு துரதிர்ஷ்டமான நிலைமையினை நோக்கி நாடு சென்று கொண்டிருக்கிறது. பாலஸ்தீனத்தில் மிக கொடூரமான முறையில் மக்களெல்லாம் படுகொலை செய்யப்பட்டிருக்கின்ற பொழுது அந்த பிரச்சனையில் இந்திய அரசாங்கத்தினுடைய நிலைப்பாடு பாதிக்கப்பட்ட மக்களுக்கு ஆதரவாக இல்லாமல் ஏகாதிபத்தியத்துக்கு ஆதரவாக இருக்கிறது. இன்றைக்கு மக்களை பிளவுபடுத்துவது, நாடுகளுக்கு இடையிலே பிளவினை ஏற்படுத்துவது என்ற அடிப்படையில் இன்றைக்கு எல்லா விதமான முயற்சிகளும் அவர்கள் தரப்பிலே செய்யப்பட்டு கொண்டிருக்கிறது. இந்த நேரத்திலே தான் பொதுவான இடதுசாரிகளை பொறுத்த மட்டிலும், அதிலும் குறிப்பாக மார்க்சிஸ்ட் கட்சியை பொறுத்த மட்டிலும்
இதற்கு எல்லாம் என்ன தீர்வு என்பதற்கான தீர்வுகளை காட்டக்கூடிய முக்கியமான பணி இடதுசாரிகள் கையில் இருக்கிறது, குறிப்பாக மார்க்சிஸ்ட் கட்சியினுடைய கையில் இருக்கிறது. At the national level, the political situation is quite disturbing. Price rise and unemployment are acute. People are being impoverished on a large scale. The government is heaping more hardships on the people through crony capitalism that aids the corporates. Besides, they are even destroying the unity of the people by stoking communal passion. தேசிய அளவிலே பார்த்தால் நம்ம எல்லாம் மிகவும் கவலை கொள்ளத்தக்க நிகழ்வுகள் நடந்து கொண்டிருக்கின்றன. மக்கள் மீது ஏராளமான வரிகள் திணிக்கப்பட்டு ஏழை மக்கள் மேலும் மேலும் ஏழையாக மாற்றப்படுகிறார்கள். இந்த அரசாங்கத்தினுடைய கொள்கை என்பது தரகு முதலாளித்துவம் என்ற அல்ல குரோனி கேபிட்டலிசம் என்று சொல்லக்கூடிய அளவில் முதலாளித்துவத்தோடு ஒன்றிணைந்து ஒரு கள்ளக்கூட்டணி வைத்திருக்கக்கூடிய அரசாங்கமாக இருந்து கொண்டிருக்கிறது. மக்களை பிளவுபடுத்துகிற காரியங்களை மறுபக்கத்திலே அவர்கள் செய்து கொண்டிருக்கிறார்கள். ஆகவே இப்படிப்பட்ட பின்னணியிலே தான் நம்மை போன்ற வகுப்புவாதத்துக்கு எதிரான சக்திகள் ஒன்றிணைந்து மக்களுடைய ஒற்றுமை பாதுகாப்பதற்கான தொடர்ச்சியான முயற்சியிலே ஈடுபட வேண்டிய நிலையிலே இருக்கிறோம். Those in power in the country are spewing communal venom and fanning hatred throughout our society. The latest attempt in this effort is the Waqf issue, which is being discussed all around the nation at present. This is not an isolated incident, but a part of a design. Also, this is not aimed at a single community. This is not merely an attempt to subject one community to communal hatred and single them out from other communities. இன்றைக்கு இந்த அரசாங்கம் மதவெறி விஷத்தை சமூகத்திலே தூவி மக்கள் மத்தியிலே வெறுப்பை ஏற்படுத்தி கொண்டிருக்கிறார்கள். அதற்கு சமீபத்திய உதாரணம்தான் வக்ஃப் வாரிய திருத்தச் சட்டம் என்பது. வக்ஃப் வாரிய திருத்தச் சட்டத்தின் மூலமாக அவர்கள் பிளவுவாத அரசியலை மேற்கொள்கிறார்கள். ஒரு பகுதி மக்கள் மீது வெறுப்பை ஏற்படுத்துகிறார்கள். ஒரு பகுதி மக்களின் மீது வெறுப்பை ஏற்படுத்தி அவர்களை தனிமைப்படுத்தி தாக்குவது அவர்களுடைய திட்டம். இது ஒரு பகுதி சமூகத்தோடு நின்று விடப் போவதில்லை. அந்த மக்களை தனிமைப்படுத்திய பிறகு மற்ற சமூகங்களையும் இதே போல தனிமைப்படுத்தி அவர்களையும் இப்படிப்பட்ட தாக்குதலுக்கு உள்ளாக்குகின்ற ஒரு வகுப்புவாத திட்டத்தோடு தான் இந்த அரசாங்கம் இப்படிப்பட்ட காரியங்களை செய்து கொண்டிருக்கிறது. This is a part of a larger game plan to wipe out diversity step by step. We may recall that earlier an article was published in the RSS Mouthpiece, the organizer, that the Catholic Church has amassed more land under it than any... മധുരയിൽ പാർട്ടി കോൺഗ്രസിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് ജോലി നൽകുന്ന സർക്കാരായി രണ്ടാം പിണറായി സർക്കാർ ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നായിരുന്നു പ്രകടന പത്രിക. എന്നാൽ അന്ന് പറഞ്ഞതിലേറെയും ഇന്ന് പതിരായിപ്പോയെന്ന് പറയാതെ വയ്യ. അതിന്റെ ഉദാഹരണമാണ് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്ന 2 വനിതാ സമരങ്ങൾ. ഒന്ന് ആശാ വർക്കേഴ്സിന്റെ സമരവും മറ്റൊന്ന് വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സിന്റെ നിരാഹാര സമരവും. ആവശ്യങ്ങൾ നേടിയെടുക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, ഈ പഴയ ചലച്ചിത്ര ഗാനത്തെ അനുസ്മരിപ്പിക്കുന്നു തലസ്ഥാനം സാക്ഷിയായ 2 വനിതാ സമരങ്ങളോടുള്ള സർക്കാരിന്റെ സമീപനം. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി 10-ന് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പതിവ് സമരങ്ങളിൽ ഒന്നായി കണ്ട സർക്കാർ ഇതിനെയും അവഗണിച്ചു.
എന്നാൽ അതിരുകടക്കാത്ത ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നതെന്ന് മനസ്സിലാക്കി നാടിന്റെ നാനാതുറകളിലുള്ളവർ സമരത്തിന് പിന്തുണയുമായി എത്തിയതോടെ സമരത്തിന്റെ രൂപം മാറി. സമരക്കാരുടെ ഭാവവും രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്കും നിയമസഭാ മാർച്ചിലേക്കും എത്തി. സെക്രട്ടേറിയറ്റ് ഉപരോധം റോഡ് ഉപരോധമായി പരിവർത്തനപ്പെട്ടു. ഇതിലൊന്നും സർക്കാർ കണ്ണു തുറന്നില്ല. ഇതോടെ നിരാഹാര സമരത്തിലേക്ക് അവർ കടന്നു. ഞങ്ങൾ ഈ പെരുമഴയത്തും ഞങ്ങളിവിടെ ഈ സമരവുമായി തുടരുകയാണ്. ഇന്നിപ്പോൾ 2 മാസത്തോളം അടുക്കുകയാണ് സമരം. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. 3 വട്ടം ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വളരെ അനുകൂലമായ തീരുമാനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒടുവിൽ മുടിമുറിച്ചും പ്രതിഷേധിച്ചു. അനങ്ങാപ്പാറ നയം സ്വീകരിച്ച സർക്കാരിനൊടുവിൽ ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടി വന്നു. എന്നാൽ സർക്കാരിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അവർക്ക് അംഗീകരിക്കാനായില്ല. ഞങ്ങൾ കഴിഞ്ഞ ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടാണല്ലോ തൽക്കാലത്തേക്കൊരു ഇടക്കാല ആശ്വാസം നിലയ്ക്ക് 3000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മിനിമം വേതനം എന്നുള്ളത് 21,000 രൂപ എന്നുള്ളത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അതിന് പോലും തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനിടെ ആശാവർക്കർമാരുടെ സമരത്തിന്റെ തൊട്ടരികിൽ തന്നെ മറ്റൊരു വനിതാ സമരം കൂടി അരങ്ങേറിയിരിക്കുന്നു. നിയമനം ആവശ്യപ്പെട്ട പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം. നിരാഹാര സമരം ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാതായതോടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇവർ ശയനപ്രദക്ഷിണം ചെയ്തു. 5-ാം ദിവസം കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. 56 ദിവസമായ വനിതാ സമരത്തിനു മുന്നിൽ കണ്ണും പൂട്ടിയിരിക്കുന്ന സർക്കാരിന് 5 ദിവസത്തെ നിരാഹാരമൊക്കെ എന്ത്? മുടിമുറിച്ചു പ്രതിഷേധിച്ച വനിതകൾക്കപ്പുറം കല്ലുപ്പിൽ നിന്ന് വനിതകൾ പ്രതിഷേധിച്ചാൽ അതും ഒരു പ്രശ്നമേയല്ല. ഞങ്ങളിനി എന്താ ചെയ്യേണ്ടേ? മാനസികമായിട്ട് ഞങ്ങൾ തളർന്നിരിക്കുക. ഇത്രയും ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പിടിച്ചു നിൽക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങളെയല്ലേ, അല്ലാതെ ഞങ്ങൾ വേറൊന്നും ചോദിക്കുന്നില്ല. വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിലെ കാലാവധി ഏപ്രിൽ 19 അവസാനിക്കും. കാലാവധി നീട്ടുക, നിയമനം വേഗത്തിലാക്കുക എന്നിവയാണ് സമരാവശ്യം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 964 പേരിൽ 235 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. ഇപ്പം എന്തിനാണ് ഇങ്ങനെ വർഷാവർഷവും നിയമനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നോട്ടിഫിക്കേഷൻ ഇടുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒന്നുകിൽ 2 ഇയർ ഇപ്പോൾ 1 ഇയർ എന്നുള്ളത് 2 ഇയർ ആക്കണം, അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ വരുന്നവരെങ്കിലും മാക്സിമം എടുത്തതിന് ശേഷം മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷൻ ഇടാവൂ. ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരരീതികളുമായി മുന്നോട്ടു പോകുമെന്ന വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികൾ പറയുമ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന ആശാവർക്കർമാരും നയം വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന സാഹചര്യത്തിൽ ഈ 2 സമരങ്ങളും സർക്കാരിന് ഒരു വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. 56 ദിവസം പിന്നിടുന്ന ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിച്ചിരിക്കുന്ന സർക്കാർ 5 ദിവസം പിന്നിടുന്ന വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തോട് മുഖം തിരിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. പൊതുജനം കഴുതയല്ല സാർ. കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഫ്ളാറ്റിൽ നിന്നും വീണ് യുവാവ് മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജേക്കബ് തോമസ് ആണ് മരിച്ചത്. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കോട്ടയം ഈസ്റ്റ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ ടോബി? ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. കഞ്ഞിക്കുഴി മുട്ടമ്പലത്തുള്ള ഒരു ഫ്ളാറ്റിന്റെ 8ാമത്തെ നിലയിൽ നിന്നും വീണു മരിച്ചു കിടക്കുന്ന നിലയിലാണ് രാവിലെ മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസ് എത്തി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ചില മാനസിക സമ്മർദ്ദങ്ങൾ ഈ വ്യക്തിക്കുണ്ടായിരുന്നു എന്നത്, ജോലി സംബന്ധമായിട്ടുള്ള മാനസിക പ്രഷർ ഇദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. മാതാപിതാക്കളും ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഒരു വീഡിയോ സന്ദേശം മാതാവിന് അയച്ചിരുന്നു എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ജോലി സംബന്ധിച്ച് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു. കൂടുതൽ സമയങ്ങളിൽ രാത്രികാലങ്ങളിലൊക്കെ ഉറക്കമളച്ചിരുന്ന് ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് പാത്താമുട്ടത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഈ ജേക്കബ് പഠിച്ച് ഇറങ്ങുന്നത്. അതിനുശേഷം ഡിസംബറിലാണ് കാക്കനാടുള്ള ലിൻവേസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ജോലിക്ക് കയറിയത്. അന്ന് മുതൽ വലിയ ജോലി ഭാരം ഉണ്ടായിരുന്നതായി ബന്ധുക്കളോടൊക്കെ പറഞ്ഞിരുന്നതാണ് നമുക്കറിയാൻ സാധിക്കും.
സാധിക്കുന്നത്. അതേ തുടർന്നുണ്ടായ ഒരു ആത്മഹത്യയാണോ എന്നൊരു സംശയം തന്നെയാണ് പോലീസിനുള്ളത്. അങ്ങനെ തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ബന്ധുക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. എന്നാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ടി.കെ. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നെല്ല് സംഭരണത്തിൽ കിഴിവ് കൊള്ളയുടെ പേരിൽ ഇക്കുറിയും കുട്ടനാട്ടിൽ കർഷകരുടെ പ്രതിഷേധവും സമരവും കനക്കുകയാണ്. ദീർഘമായ കാലയളവ് സംഭരണ തയ്യാറെടുപ്പിന് കിട്ടുമെങ്കിലും പലയിടങ്ങളിലും നെല്ല് സംഭരണം വൈകുകയാണ്. മഴയെ പേടിച്ച് പാടശേഖരങ്ങളിൽ കൊയ്തിട്ട നെല്ലിന് കാവലിരിക്കേണ്ട ഗതികേടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് കർഷകർ. കൊയ്ത്തു കഴിഞ്ഞ വിവിധ പാടശേഖരങ്ങളിലായി 1000 ലോഡിലേറെ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. മാസങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ നെല്ല് വിളഞ്ഞു കിട്ടിയെങ്കിലും കുട്ടനാട്ടിലെ കർഷകന്റെ നെഞ്ചിൽ ആദിയാണ്. കൊയ്തിട്ട 100 മേനി വിളവിന് മുന്നിൽ ഉരുകി കാവലിരുന്ന് ദിവസം തള്ളി നീക്കുകയാണ് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ. അമിത കിഴിവ് ആവശ്യപ്പെട്ട് നെല്ല് സംഭരിക്കാൻ കൂട്ടാക്കാത്ത മില്ലുകാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്നലെ മങ്കൊമ്പ് പാടി ഓഫീസിൽ നടന്ന ഉപരോധം ഒരു ദിവസം നീണ്ടു. പാടി ഓഫീസും പരിസരവും സംഘർഷാന്തരീക്ഷത്തിലായതോടെ 4 പാടശേഖരങ്ങളിലെ നെല്ല് 3 കിലോ കിഴിവിന്റെ അടിസ്ഥാനത്തിൽ സംഭരിക്കാൻ തീരുമാനമായി. എന്നാൽ ഇനിയും വിവിധ പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുകയാണ്. ഇത് 1000 ലോഡിലേറെ വരും. ഈ സീസണിലും മില്ലുകാരുടെ കിഴിവ് കൊള്ളയാണെന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾക്ക് നെല്ല് 12 ദിവസമായിട്ട് കൊയ്ത്ത് കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. നെല്ലെടുക്കാനെതിരെ 5 മില്ല് ആദ്യം അലോട്ട്മെന്റ് ചെയ്ത് അതിൽ 4 മില്ലുകാരും പിന്മാറി. ആ 4 പേരും പിന്മാറിയിട്ട് ഈ പാടി ഓഫീസിൽ നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. വിന അനുവദിക്കുന്ന മില്ലുകാർ നെല്ല് വേണ്ടാന്ന് പറഞ്ഞത്. ആ സ്പോട്ടിലോട്ട് പോകുന്ന നെല്ലൊന്നും കാണുന്നില്ല. നേരെ ഇക്കരെ 24,000 കായലുണ്ട്. അവിടെ 3 കിലോയ്ക്ക് കിഴിവ് എടുക്കുന്നു. നേരെ അക്കരെ ഞങ്ങൾക്ക് വരുമ്പോൾ 8 കിലോ കിഴിവ് ചോദിക്കുന്നു. അതാണ് കർഷകർ കൊടുക്കാൻ തയ്യാറല്ല. ഈ 3 കിലോ തന്നെ കൊടുക്കാൻ തയ്യാറല്ല. പിന്നെ ഈ കാലാവസ്ഥ മോശമായതുകൊണ്ട് ആ 3 കിലോ കൊടുക്കാൻ തയ്യാറാണ്, 8 കിലോ കൊടുക്കാൻ തയ്യാറല്ല. പാടി മാർക്കറ്റിംഗ് അധികൃതരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന ഗുണനിലവാര പരിശോധന അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് കർഷകർ. ഉദ്യോഗസ്ഥർ മില്ലുടകളുമായി ഒത്തുകളിക്കുന്നു എന്നും കർഷക വിരുദ്ധമായ പ്രവർത്തികളാണ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്നതെന്നുമാണ് കർഷകർ പറയുന്നത്. ഇവിടുത്തെ ADO പറഞ്ഞ 12 ദിവസമായിട്ട് കിടക്കുന്ന ഈ നെല്ല് സംഭരിക്കുന്നില്ല എന്ന് പുള്ളി അറിയുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇവർ ഈ ഉദ്യോഗസ്ഥരായിട്ട് ഇവിടെ ഇരിക്കുന്നുള്ളതാണ്. ഇവരാണ് അലോട്ട് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. പക്ഷേ അവർ അത് അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ഇവർ മില്ലുകാരുമായിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ട് ഒരു ധാരണയിൽ പോവുകയാണ്. കൃഷിക്കാരന് വേണ്ടിയിട്ടല്ല ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർ തീർച്ചയായിട്ടും അടിയന്തര നടപടികൾ സ്വീകരിക്കണം. അതിന് മേലെ ഇനി കളക്ടറോ അല്ലെങ്കിൽ മന്ത്രിയോ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായിട്ട് മന്ത്രി ഈ പ്രദേശം സന്ദർശിക്കേണ്ടതാണ്. ഇതുവരെയായിട്ട് സന്ദർശിച്ചിട്ടില്ല. ഇനിയും കൊയ്യാൻ കിടക്കുന്ന പാടങ്ങളിലാണെങ്കിൽ വളരെ മോശമായിട്ട് ഉപ്പുവെള്ളം വളരെ രൂക്ഷമായ ഉപ്പുവെള്ളത്തിൻ്റെ കെടുതി അനുഭവിച്ച സ്ഥലങ്ങളാണ്. അവിടെ ഇനിയും വരുമ്പോഴത്തേക്ക് ഇതിനൊക്കെ അപ്പുറമായിരിക്കും. പക്ഷേ ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച ഇതിനെ ഇവിടെ നിന്ന് സന്ദർശിക്കാനായിട്ട് മന്ത്രിയോ മറ്റുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ ആരും സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് വിചിത്രം. 1 ക്വിന്റലിന് 7 കിലോ നെല്ലാണ് സൗജന്യമായി വേണമെന്ന് മില്ലുകൾ വാശി പിടിക്കുന്നത്. കിഴിവിനെ ചൊല്ലി കർഷകരും മില്ലുകാരും തമ്മിലുള്ള തർക്കത്തിൽ സംഭരണം തടസ്സപ്പെടുകയും ഒത്തുതീർപ്പ് ചർച്ചകൾ വിജയിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതേസമയം നെല്ലിന്റെ ഗുണനിലവാര പരിശോധനയിലൂടെ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ശ്രമം ആരംഭിച്ചതായി സപ്ലൈകോ അറിയിച്ചു. ഈ സീസണിലും മില്ലുടമകളുമായുള്ള തർക്കത്തിന്റെ പേരിൽ നഷ്ടം സഹിക്കേണ്ടി വരുന്നത് കർഷകർ മാത്രമാണ്. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. മാസങ്ങൾ നീണ്ട കർഷകരുടെ അധ്വാനം അതെല്ലാം വെറുതെയാവും എന്ന് കാണുമ്പോഴുള്ള അവരുടെ പ്രതിഷേധം അതാണിപ്പോൾ നമ്മൾ കണ്ടത്. മഴയെ പേടിച്ച് കഴിയുകയാണിപ്പോൾ കർഷകർ. തങ്ങളുടെ ദുരിതത്തിന് എന്നറുതിയാകും എന്നാണ് ഇവരുടെ ചോദ്യം. ഇക്കൊല്ലം മാത്രമല്ല, ഇക്കൊല്ലം ഉപ്പിൻ്റെ അംശം ഇച്ചിരി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം ഇതൊന്നും അല്ലായിരുന്നു. തലമുറക്ക് ഷട്ടർ മുഴുവൻ ഇറക്കുമായിരുന്നു. കൃഷി ഉദ്യോഗസ്ഥന്മാരിന് ഒരു അനങ്ങാമ്പാറ നയമാണ് നടപ്പിലാകുന്നത്. അവർ ഭയങ്കര ഡിലേ ടാക്ടിക്സാണ്. കർഷകരുടെ നല്ല നെല്ല് മുൻ വർഷത്തെ അപേക്ഷിച്ച് നല്ല നെല്ല് ഒരു 10-12 ദിവസങ്ങളായിട്ട് പാടശേഖരങ്ങളുടെ വരമ്പുകളിലും പാടങ്ങളിലും കിടക്കുകയാണ്. പരിഹാരം ഉണ്ടാകാതെ തീരുമാനമാകാതെ എത്ര ഇരട്ടിയാലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും ഞങ്ങൾ പിന്മാറത്തില്ല. അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ അവിടെ നിരാകാരം അനുഷ്ഠിക്കും. യാതൊരു മാറ്റവുമില്ല. ഞങ്ങൾക്കിത് ഇനി മുന്നോട്ട് പോകാനൊക്കത്തില്ല. കൊയ്തിട്ട് 10 ദിവസം 12 ദിവസമായി നെല്ല് അവിടെ കിടക്കുന്നത്. ഇവർ ക്വാളിറ്റി ചെക്കിംഗ് പറഞ്ഞൊരു പരിപാടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. കൊന്തുരുത്തി പുഴയിൽ നിന്നുള്ള വേലിയേറ്റവും വെള്ളക്കെട്ടും കാരണം ദുരിതക്കയത്തിലാണ് വർഷങ്ങളായി കൊന്തുരുത്തിയിലെയും തേവരയിലെയും 129ഓളം വരുന്ന കുടുംബങ്ങൾ. സർക്കാർ പുറമ്പോക്ക് സ്ഥലത്തെ ഇവരുടെ കൊച്ചുവീടുകൾ തകർച്ചയുടെ വക്കിലാണ്. രോഗികളും കുട്ടികളും അടക്കമുള്ള വീടുകളിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം കെട്ടിനിൽക്കുന്നു.
ഇവരെ പുനരധിവസിപ്പിക്കുവാൻ 24 കോടി രൂപ വേണമെന്നിരിക്കെ ഇത്തവണത്തെ കോർപ്പറേഷൻ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് വെറും 2 കോടി രൂപ മാത്രം. കോന്തുരുത്തിപ്പുഴ മെലിഞ്ഞ് ഇപ്പോൾ ഒരു കൈത്തോടായി മാറിയിരിക്കുകയാണ്. പക്ഷേ നിറഞ്ഞൊഴുകുന്ന അഴുക്ക് വെള്ളം ഇവിടുത്തെ 129ഓളം വരുന്ന കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണമാവാൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയോ അല്ല, നാളുകളുടെ പഴക്കമുണ്ട്. കൊച്ചിയുടെ കക്കൂസു മാലിന്യം കലർന്ന കോന്തുരുത്തിപ്പുഴയിലെ അഴുക്കുവെള്ളത്തിൽ നിത്യജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ട അടിസ്ഥാനവർഗ ജനതയാണിവർ. 35 വർഷത്തോളം ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് കാണിക്കുന്നത്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ വെള്ളം കയറി കൊടുത്തന്നെ. 2-3 വീട് മാത്രമേ വെള്ളം കയറാറുള്ളൂ. ആക്കല വീട്ടിലൊക്കെ വെള്ളം കയറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യും? ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു രാത്രി കിടത്താൻ പറ്റില്ല. കാരണം ചിലപ്പോൾ എപ്പോഴാണ് വെള്ളം കയറി വന്നെന്നറിയില്ല. സ്വന്തക്കാരും ബന്ധക്കാരും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വീട് കുഞ്ഞു വീടുകളാണ്. അവിടെ 10 പേർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. ഒന്ന് പുറത്ത് കിടത്താൻ പറ്റില്ല. എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ 4 പേര് മാത്രമേ കാണുള്ളൂ ഇവിടെ. കാരണം എന്താ വെച്ചാൽ ആർക്കും നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല. അഴുക്ക് വെള്ളം കയറി ആരും വരില്ല ഞങ്ങളെന്ന് കാണാൻ. കോന്തുരുത്തിപ്പുഴയുടെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്നും പുനരധിവസിപ്പിക്കണമെന്നും 2020 ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. 5 വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടി എങ്ങും എത്തിയിട്ടില്ല. 129 കുടുംബങ്ങളാണ് കോന്തുരുത്തിപ്പുഴയുടെ തീരത്തെ പുറമ്പോക്കിൽ കഴിയുന്നത്. വീടുകൾ പലതും താമസയോഗ്യമല്ലാതായി കഴിഞ്ഞു. കോന്തുരുത്തിയിലെ ഒരു സാധാരണ വീടിന്റെ അവസ്ഥയാണിത്. ഉപ്പുവെള്ളവും ശോചനീയമായ പരിസരങ്ങളും കാരണം ഈ വീടിന്റെ അടക്കം ഭിത്തികൾ പലതും തകർന്നടിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പുനരധിവാസം എന്ന അപ്പക്കഷ്ണം കാണിച്ച് തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അധികാരികൾ ഇവർക്ക് മുന്നിൽ വരാൻ മടി കാട്ടുന്നില്ല. ഒരു മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെരക്കെട്ട് കുളിക്കാൻ പോകുമ്പോൾ കുളിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്ന് പൊക്കാന്ന് വെച്ച് പറയാം, മുകളിലോട്ട് പൊക്കിയാലേ ആകും പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഗതികളിലാണ് ഇവിടെ കിടക്കുന്നത് നമ്മൾ. വൈകുന്നേരങ്ങളിലും രാത്രിയിലുമാണ് വേലിയേറ്റം ശക്തമാകുന്നത്. എന്ത് സംഭവിക്കും എന്നറിയാതെ പേടിച്ച് ഉറങ്ങേണ്ടി വരുന്നത് കിടപ്പു രോഗികളടക്കം നിരവധി പേർക്ക്. വേലിയേറ്റം ഉണ്ടാവുമ്പോൾ ഒന്ന് മാറി താമസിക്കുവാനുള്ള പൊതുവിടം പോലും ഇവിടെയില്ല. മലിനജലം കുടിവെള്ളത്തിൽ കലരുന്നതാണ് മറ്റൊരു വെല്ലുവിളി. അങ്കണവാടി ടീച്ചർക്ക് പറയാനുള്ളത് എന്നും കാണുന്ന കുട്ടികളെയെങ്കിലും ഈ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിക്കണമെന്നാണ്. ഞാനിപ്പോൾ 1.5 വർഷത്തോളമായിട്ട് ഇവിടെ കാണുന്നതാണ്. ആ തോട് പൊങ്ങുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കയറും. ഞങ്ങൾ രാവിലെ വരുമ്പോൾ 2 റൂം നിറച്ച് ഈ ചെളി വെള്ളമായിരിക്കും. ഇവിടെ 10-15 പിള്ളേരോളം അംഗനവാടിയിലുണ്ട്. കുറേ പിള്ളേർക്ക് ഈ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്കും പറ്റുന്നില്ല. പ്രവർത്തകർക്കും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നല്ല വെള്ളം അല്ലല്ലോ, വരുന്ന അഴുക്ക് വെള്ളമാണ്. ശരിക്കും കുഞ്ഞുമക്കളായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് വെള്ളം കയറി വരുന്നത്. പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കോർപ്പറേഷൻ പറയുന്നു. കഴിഞ്ഞ ജൂലൈയിൽ കോടതിയലക്ഷ്യ ഹർജിയിൽ പുനരധിവാസത്തിന് പകരം പണം നൽകി സ്ഥലമേറ്റെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ആ വിധി വന്നിട്ട് 8 മാസം കഴിഞ്ഞിരിക്കുന്നു. താമസക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഉറപ്പാക്കുമെന്ന കൊച്ചി മേയറുടെ പഴയ പല്ലവി ഇപ്പോഴും ആവർത്തിക്കുന്നു. കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയതിന്റെ പേരിൽ പലപ്പോഴായി പഴി കേട്ടിട്ടുള്ള കൊച്ചി കോർപ്പറേഷൻ ഈ സാധുക്കളായ മനുഷ്യരോട് പറയുന്നത് നിങ്ങളുടെ ദുരിതം മാറ്റിത്തരുവാൻ പോകുന്ന ഫണ്ട് ഞങ്ങളുടെ പക്കൽ ഇല്ല എന്നാണ്. ഈ ദുരിതക്കയത്തിൽ നിന്ന് ഒരു ശാപമോക്ഷത്തിന് വേണ്ടി കോന്തുരുത്തിക്കാർ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? MT അധീഷിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഒന്നല്ല, ഒരുപാട് കുടുംബങ്ങളുടെ അവസ്ഥയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇത്തവണത്തെ കോർപ്പറേഷൻ ബജറ്റിലും വളരെ തുച്ഛമായ തുക പുനരധിവാസത്തിനായി വകയിരുത്തിയതോടുകൂടി പ്രതീക്ഷയറ്റ് കഴിയുകയാണ് ആ ജനത. ദുരിതത്തിലായ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവും 5 വർഷമായിട്ടും നടപ്പാക്കിയിട്ടില്ല. കാണാം ചില പ്രതികരണങ്ങൾ കൂടി. 24.82 കോടി രൂപ ഞങ്ങൾക്ക് പുനരധിവാസത്തിന് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ കൊണ്ട്
നിർദ്ദേശപ്രകാരം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫണ്ട് കോടതിയിൽ എത്തിയിട്ട് കോടതി തന്നെ ഞങ്ങൾക്ക് ഇത് തരുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. ഞങ്ങളും മനുഷ്യരല്ല മോനെ, ഇതിൻ്റെ ഉള്ളിൽ കയറും. ഒന്നല്ലെങ്കിൽ എങ്ങാടെങ്കിലും ഞങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ പറ, അതല്ലെങ്കിൽ ഇത് വെച്ച് കിടക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ. ഇത് ഒരു ജീവിതം ഇല്ലാത്തവർ എത്ര നാളായി തീട്ടം കോരി ഞാൻ മടുത്ത്. എനിക്ക് പാടണ്ടെങ്കിൽ കുഴപ്പമില്ല. വീട്ടിനകത്ത് വെള്ളം രാത്രി 12 1 മണിക്കൊക്കെയാണ് വെള്ളം കയറിട്ട് കിടക്കാൻ നിർത്തിയില്ലാതിരിക്കണത്. ഇത്ര അവസ്ഥയിലാണ് ഞങ്ങളോട് അനുഭവിക്കുന്നത്. ഈ ഏരിയ മൊത്തത്തിൽ എത്രയും വരം വെള്ളം പൊങ്ങിയിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. തരാന്ന് പറയും, 14 തരാം, 10 തരാം എന്നൊക്കെ 15 തരാം എന്നൊക്കെ പറയുന്നല്ലാണ്ട് ഒന്നും ചെയ്യണില്ല മക്കളെ. ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വില റിപ്പയർ ചെയ്യാനെങ്കിലും തന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെയെങ്കിലും കാക്കി കിടന്നേനെ. വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാവരുടെ വീട് വരെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കണേണ്. ജീവധാര ഫൗണ്ടേഷനും അങ്കമാലി ഡീപോൾ കോളേജും സംയുക്തമായി ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി മാരത്തൺ സംഘടിപ്പിച്ചു. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 1600ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ലിസ്റ്റ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച മാരത്തൺ അങ്കമാലി MLA റോജി എം ജോൺ, ആലുവ MLA അൻവർ സാദത്ത്, മുനിസിപ്പൽ ചെയർമാൻ ഷിയോ പോൾ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. ഇതിനൊരു ലക്ഷ്യമായിരുന്നു. എന്തായാലും ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു. അതിന് ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എല്ലാവരും ഇല്ലാതിരിക്കട്ടെ എന്നുള്ള ഒരു സന്ദേശം നൽകുന്നതിന്റെ ഭാഗം പ്രമുഖ നടനും ഓടിയ ഹാഫ് മാരത്തൺ 10 ടൈം. സമൂഹത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് കാസർഗോഡ് ജില്ല. പകലും രാത്രിയിലുമായി നിരവധി തവണയാണ് ജില്ലയിലുടനീളം കറന്റ് പോകുന്നത്. കനത്ത ചൂടിനിടെ തുടർച്ചയായ പവർ കട്ട് കൂടി ഉണ്ടാവുന്നതോടെ ജനങ്ങൾ ആകെ പ്രതിസന്ധിയിലായി. ഉടുപ്പി, കരിന്തളം, വയനാട് പവർ ഹൈവേയുടെ പണി പൂർത്തിയായാൽ ജില്ലയിലെ വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് വൈദ്യുതി വകുപ്പ് പറയുന്നു. കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും രാത്രിയും പകലുമായി ഇടതടവില്ലാതെ കറണ്ട് പോകുന്നു എന്നാണ് ജനങ്ങളുടെ പരാതി. പെരുന്നാൾ ദിവസം രാത്രി മാത്രം 15 മിനിറ്റ് ഇടവിട്ട് 10ഓളം തവണയാണ് ജില്ലയിൽ കറണ്ട് പോയത്. അസഹനീയമായ ചൂടാണ് ജില്ലയുടെ ഉടനീളം. ഈ സമയത്താണ് ഈ വൈദ്യുതി മുടക്കവും. കനത്ത ചൂടാണ് കാസർഗോഡ്. ഇതിനിടയിലാണ് 15 മിനിറ്റും അരമണിക്കൂറും ഇടവിട്ടുള്ള പവർ കട്ട്. പകൽ സമയത്തേക്കാൾ രാത്രികാലങ്ങളിലാണ് കൂടുതൽ സമയം വൈദ്യുതി മുടങ്ങുന്നത്. കഴിഞ്ഞ പെരുന്നാൾ ദിനം രാത്രിയിൽ മാത്രം 15 മിനിറ്റ് ഇടവിട്ട് 10ലധികം തവണ വൈദ്യുതി മുടങ്ങി. കർണാടകയിൽ നിന്ന് പ്രതിദിനം 50 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നുണ്ടെങ്കിലും ജില്ലയിലെ വൈദ്യുതക്ഷാമം തീരുന്നില്ല. മൈലാട്ടി വിദ്യാനഗർ മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ലൈനിൻ്റെ പണി പൂർത്തിയാകുന്നതോടെ മഞ്ചേശ്വരം, കാസർഗോഡ് ഭാഗങ്ങളിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ കനത്ത ചൂടിൽ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് വല്ലാത്ത പ്രതിസന്ധിയെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. അപ്പോൾ ഈ കരിന്തളം ലൈനിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. കരിന്തളം ലൈന് കാസർഗോഡും കണ്ണൂർ ജില്ലയിലും കർണാടകയിൽ നിന്നാണ് വൈദ്യുതി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ പണി പൂർത്തിയായാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ആ പെരുന്നാളിൻ്റെ തലേ ദിവസം വൈദ്യുതിയുടെ ഒളിച്ചുകളിയായിരുന്നു. ഇതൊരു ക്രൂരത എന്ന് തന്നെ പറയാം. ആ പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ വൈദ്യുതി ഇങ്ങനെ ഒളിച്ചോട്ടം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന് വെച്ചാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനിടയിൽ ഉടുപ്പി, കരിന്തളം, വയനാട് പവർ ഹൈവേയുടെ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഭൂമി നഷ്ടമാകുന്ന കർഷകരും സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നഷ്ടപരിഹാര തുക സംബന്ധിച്ച് ധാരണയായി. ഒരു റബ്ബർ മരത്തിന് 9,000 രൂപ, കവുങ്ങിന് 15,000 രൂപ, കശുമാവിന് 10,500 രൂപ എന്നിങ്ങനെയാണ് നഷ്ടപരിഹാര തുക നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റു മരങ്ങൾക്ക് വനം വകുപ്പിൻ്റെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം പരിശോധിച്ച് തുക നിശ്ചയിക്കും. 47 കിലോമീറ്റർ നീളത്തിലാണ് 1000 മെഗാവാട്ട് 400 kV ലൈനിൻ്റെ നിർമ്മാണം. പദ്ധതിയിൽ 8 കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ പണി തുടങ്ങിയിട്ടുള്ളത്. ജില്ലയിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ ഉടുപ്പി, കരിന്തളം ലൈനിൻ്റെ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നാണ് ജനങ്ങളുടെയും ആവശ്യം. ഇടയ്ക്കിടെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ വയറ്റത്തടിച്ചാൽ മാത്രം പോരാ. ജനങ്ങൾ അനുഭവിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കൂടി പരിഹാരമുണ്ടാക്കണം. വിജയ് ഷണങ്കൂറിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.
ഈ കനത്ത ചൂടിൽ വൈദ്യുതി ഇല്ലാതെ എങ്ങനെ കഴിയും എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ഉടുപ്പി കരിന്തളം വയനാട് പവർ ഹൈവേയുടെ പണി എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല. കാണാം പ്രതികരണങ്ങൾ. സഹിക്കുന്നത് ചൂടും രാത്രി കടന്നുറങ്ങാൻ പറ്റുന്നില്ല ചൂട്ടിൽ. അങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ രാവിലെ ആക്കുന്നത്. വേറെ എന്തോ ഇച്ഛലൊന്നുമില്ല. നമുക്കെല്ലാം പിന്നെ സാമ്പത്തികമായിട്ട് ചെറിയ വീട് ചെറിയ ഇത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. കറണ്ട് കൂടെ പോകുന്നുണ്ട്. ചൂട് നിൽക്കാൻ പറ്റുന്നില്ല. കസ്റ്റമർ വന്നെങ്കിൽ റിട്ടേൺ പോകുന്നുണ്ട്. അവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇതിൻ്റെ എന്തോ നടക്കുന്നില്ല. പവർ കട്ട് ഇല്ലാതെ ഒരു ഇതാക്കണമെന്ന് നമ്മുടെ അഭിപ്രായം. എല്ലാ സ്ഥലത്തും കറണ്ട് ഇല്ലാതെ എല്ലാ ബുദ്ധിമുട്ടിലുണ്ട്. സുഖമില്ലാത്ത ആൾ ആസ്പത്രിക്ക് പോകുന്നപ്പോൾ എല്ലാ സുഖമില്ല ആൾക്കാർക്ക്. മട്ടാഞ്ചേരി നിവാസികൾ കാലങ്ങളായി നേരിടുന്ന പ്രശ്നമാണ് കൃത്യമായ മുന്നറിയിപ്പില്ലാതെ ബോട്ട് സർവീസ് റദ്ദാക്കുന്നത്. നിലവിൽ പ്രശ്നം അല്പം ഗുരുതരമായിരിക്കുകയാണ്. കായലിൽ എക്കൽ മണ്ണിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് പ്രധാന കാരണം. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും പരിഹാരമാകാത്തത് അധികൃതരുടെ അനാസ്ഥ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി നിവാസികളെ സംബന്ധിച്ചോളം ഒഴിവാക്കാൻ കഴിയാത്ത സർവീസാണ് ബോട്ട് സർവീസ്. എന്നാൽ കൊച്ചി കായലുണ്ടായ കനത്ത എക്കൽ മണ്ണിനെ തുടർന്ന് മുന്നറിയിപ്പില്ലാതെ ബോട്ട് സർവീസ് റദ്ദാക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. 6 വർഷമായി ഈ യാത്ര ഇല്ലാതായിട്ട്. പ്രളയക്കെടുതിൽ തടി വന്ന് അടഞ്ഞെന്നും പറഞ്ഞിട്ടാണ് യാത്ര നിർത്തിവെച്ചത്. അന്നും ഇവർ ഈ വേലിയേറ്റത്തിന് മാത്രം ബോട്ട് പിടിക്കുള്ളൂ, വേലിയിറക്കത്തിന് പിടിക്കില്ല. ഞാൻ ഐലൻഡിൽ ബോട്ട് പോലും കെട്ടിയിട്ട് മട്ടാഞ്ചേരിയിലേക്ക് ബോട്ട് വരണമെന്നും പറഞ്ഞിട്ട് അവരത് ചെയ്തില്ല. അവരെങ്ങനെയെങ്കിലും ഇത് ഇല്ലാതാക്കണ ജെട്ടി. ഞങ്ങൾ എന്തോരം കഷ്ടപ്പെടണമെന്ന് അറിയാമോ? ബോട്ട് ഇവിടെ വന്ന് അടുത്തെങ്കിലേ ഞങ്ങൾക്ക് 10 രൂപ കിട്ടുള്ളൂ. ഞങ്ങൾ അത്രയും കിടന്ന് കഷ്ടപ്പെടണേണ്. ഒരു ദിവസം ആകെ 11 സർവീസ് മാത്രമാണ് മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിലുള്ളത്. ഇവിടെ നിന്നും എറണാകുളത്തേക്കും എറണാകുളത്തു നിന്നും തിരിച്ചുമുള്ള സർവീസാണ് ആകസ്മികമായി റദ്ദാക്കിയതായി അറിയിക്കുന്നത്. തിരക്കേറിയ വേളയിൽ തൊഴിലാളികളും വിദ്യാർത്ഥികളും അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധി. ഒത്തിരി പ്രയാസമുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഐലൻഡിൽ പോകുന്ന ഒത്തിരി പേരുണ്ട്. കൊച്ചിനെ സംബന്ധിച്ച് ഐലൻഡിയാണ് മെയിൻ കേന്ദ്രം. അവിടെ പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് പ്രതീക്ഷിച്ചാണ് ആൾക്കാർ വരുന്നത്. കറക്റ്റ് ടൈം അറ്റൻഡിങ് ഉണ്ട്. ഇവിടെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അറ്റൻഡും പോവും, പണിയും പോവും, എല്ലാം പോവും. സമയത്ത് ജോലിക്കെത്താൻ കഴിയാത്തതിനാൽ 1/2 ദിവസത്തെ കൂലി നഷ്ടമായെന്നും യാത്രക്കാർ പറയുന്നു. കോടികൾ ചിലവഴിച്ച് നവീകരിച്ച ബോട്ട് ജെട്ടി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം ചെയ്തത്. ശരിയായ രീതിയിൽ കായലിൽ ഡ്രഡ്ജിംഗ് നടത്താതെയാണ് സർവീസ് ആരംഭിച്ചതെന്ന് നേരത്തെയും പരാതി ഉയർന്നിരുന്നു. ഇത് ശരിവയ്ക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം കായലിൽ വൻതോതിൽ എക്കൽ മണ്ണ് രൂപപ്പെട്ടത്. വേലിയിറക്ക സമയത്ത് നിരന്തരമായി സർവീസ് മുടങ്ങുന്നത് ചൂണ്ടിക്കാട്ടി MLA അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് പരാതി നൽകിയിട്ടും ഇടപെടലുണ്ടായില്ലെന്നും നാട്ടുകാർ. ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് ഇന്നും ഇത് മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവർ വിശ്വസിച്ച് വോട്ട് കൊടുത്ത് ജനപ്രതിനിധിയാക്കി വിട്ടിരിക്കുന്ന ഇതുപോലുള്ള അവകാശങ്ങളെ സംരക്ഷിക്കാനാണ്. ഈ വോട്ട് ആശ്രയിച്ച് ഇവിടെ എത്തുമ്പോഴാണ് ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് അതിൻ്റെ വരുമാനം ഉണ്ടാവുകയും ഈ പ്രദേശത്ത് ഇപ്പം നിലവിൽ തൊഴിലില്ലായ്മകൾ വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയാണ്. ബോട്ടിന്റെ സമയം കണക്കാക്കിയെത്തുന്ന യാത്രക്കാർ വഴിയിൽ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് ഗുരുതരമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം യാത്രികരുടെ ഭാഗത്തുനിന്ന് ഉടലെടുത്തത് വൻ പ്രതിഷേധം. പിന്നാലെ ഡ്രഡ്ജിംഗ് പ്രവർത്തനം ചെറിയ തോതിൽ ആരംഭിച്ചു. ശാശ്വത പരിഹാരമെന്ന ആവശ്യത്തിലാണ് പ്രദേശവാസികൾ. കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് നവീകരിച്ച ബോട്ട് ജെട്ടി, വിദേശികളടക്കം ദിനംപ്രതി യാത്രികർ വന്നുപോകുന്ന ബോട്ട് ജെട്ടി, അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നത്. ഡ്രഡ്ജിങ്ങിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇവർ പറയുന്നു. മട്ടാഞ്ചേരിയിൽ നിന്നും മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. മുന്നറിയിപ്പില്ലാതെ ബോട്ട് സർവീസ് റദ്ദാക്കുന്നത് മൂലം വലിയ പ്രതിസന്ധിയാണ് ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. നിരന്തരം സർവീസ് മുടങ്ങുന്നതിൽ പലതവണ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്ന വിമർശനവും അവർ ഉന്നയിക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഈ 2 കുറ്റികൾ നടുക്ക് ചെളി കൂട്ടി ഒരു ദ്വീപ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബോട്ട് എടുക്കില്ല. ബോട്ട് ശരിക്കും വെള്ളം വന്ന് വേലിയേറ്റമാകുമ്പോൾ മാത്രം ബോട്ടിനും സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു പണി ഇവിടെ നടക്കില്ല. അങ്ങനത്തെ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡ്രഡ്ജിങ്ങിന് ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. ചെളി എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയി കളഞ്ഞിട്ടില്ല. ചെളി അവർ കോരി അപ്പുറം ഇപ്പുറം സൈഡാക്കി. ഇപ്പോൾ ഒരു ബോട്ട് സർവീസ് തുടങ്ങിയേക്കുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. ചെറിയൊരു ചാല് പോലെ ആക്കിയേക്കുന്നത്. ചെളി അപ്പുറം ഇപ്പുറം കിടക്കുന്നുണ്ട്. ഈ ഏറ്റവും സെറ്റ് ബോട്ടുകൾ വന്നുകൊണ്ടിരുന്ന
ഈ ടൂറിസ്റ്റുകൾ ഒരു ബോട്ട് പോലും പിടിക്കില്ല. ഇവർ വന്ന് തന്നെ ബോട്ട് പെട്ടുപോകും എന്ന് വിചാരിച്ചിട്ട് വന്നില്ല. ഈ മറൈൻ ഡ്രൈവിൽ നിന്ന് കംപ്ലീറ്റ് ടൂറിസ്റ്റ് ബോട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം ബ്ലോക്കായി. ഇത് എത്രയും പെട്ടെന്ന് സജ്ജീകരിക്കുക. ഈ 2 കുറ്റികൾ ഇനി ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിലെ ചില പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അതൊന്ന് ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്ന എമ്പുരാൻ 280 കോടി ക്ലബ്ബിലെത്തി എന്നുള്ള കാര്യം എന്താണ് പറയാത്തത് എന്നുള്ളതാണ്. പിന്നെ വാർത്ത നേരത്തെ തന്നെ നമ്മൾ നൽകിയിരുന്നു. മറ്റൊരു പ്രേക്ഷകൻ സയ്യിദ് സിനാൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ പലയിടങ്ങളിലും രാത്രികളിൽ പ്ലാസ്റ്റിക് കവറുകളിൽ ഉൾപ്പെടെ മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് തള്ളുന്ന ഒരു രീതിയുണ്ട്. അതിനെതിരെ ശക്തമായ നടപടി വേണം. അത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഒരു റിപ്പോർട്ട് 24 തയ്യാറാക്കണം എന്നുള്ള കാര്യം ആ പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നു. ഉറപ്പായും അത് പരിശോധിക്കാം. മറ്റൊന്ന്, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളെ അധികാരികൾ കാണാതിരിക്കാൻ പാടില്ല എന്ന് ആരിഫ് ഹാഷ്മി കളത്തൂർ എന്ന് പറയുന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹം പറയുന്നത് ആശാ വർക്കേഴ്സിൻ്റെ സമരവും വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. SKN നടത്തുന്ന ലഹരി വിരുദ്ധ യാത്രയ്ക്ക് SKN40 കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന 2 വാർത്തകൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അതിലൊന്ന് കായിക ലോകത്ത് നിന്നാണ്. IPL സൺറൈസേഴ്സ് ഹൈദരാബാദിന് ബാറ്റിംഗ്, ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോട്ടുകൽ ക്ഷേത്രോത്സവത്തിൽ RSS ഗണഗീതം ആലപിച്ച സംഭവത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെടുന്നു. എറണാകുളം തുരുത്തിശ്ശേരി വലിയപള്ളി കുടുംബ പ്രാർത്ഥനാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വലിയപള്ളി പാരിഷ് ഹാളിൽ നടന്ന ക്ലാസ് അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എലിയാസ് മോർ അത്തനാസിയോസ് മെത്രോപ്പൊലീത്ത ചടങ്ങിൽ അധ്യക്ഷനായി. അങ്കമാലി MLA റോജിയം ജോൺ ലഹരി വിരുദ്ധ ആശംസകൾ അറിയിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ സോണി മത്തായി ക്ലാസുകൾ നയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പൊതുജനം കരുതിയാൽ സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.